ഇപ്പോൾ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്ന് ചാരപ്രവർത്തനം നടത്തിയതിന് ഒട്ടേറെ ആളുകളാണ് പിടിയിലായത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇവരെല്ലാം പിടികൂടിയത്. നമ്മുടെ കേരളത്തിൽ നിന്ന് വരെ ഇത്തരത്തിൽ ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളുമായി ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്രയും പേർ അറസ്റ്റിലായത്. പാകിസ്ഥാൻ്റെ ISI എന്ന ഇൻ്റർ സർവീസ് ഇൻ്റലിജൻസുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന വലിയൊരു ചാര ശൃംഖലയാണ് ഈ അന്വേഷണത്തിൽ നമുക്ക് കണ്ടെത്താനായത്. ഓരോ രാജ്യവും വളരെ ഗൗരവമായി കാണുന്ന ഒന്നാണ് തങ്ങളുടെ ദേശീയ സുരക്ഷ. ശത്രുരാജ്യം ഉയർത്തുന്ന ഭീഷണികളെക്കുറിച്ച് കാലേകൂട്ടി മനസ്സിലാക്കാൻ കൂടിയാണ് അവിടെയൊക്കെ രഹസ്യ ഏജൻറ്റുമാരെ നിയോഗിക്കുക എന്ന കാര്യം ചെയ്യുന്നത്. ഇത്തരം ഏജൻറ്റുമാർ ശത്രുക്കളുടെ ഇടയിൽ നിന്ന് പോലും നിർണായകമായ വിവരങ്ങൾ ചോർത്താൻ കഴിവുള്ള ആളുകളാണ്. പലപ്പോഴും അജ്ഞാതനാൽ ഇന്ത്യ അന്വേഷിക്കുന്ന തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത നമ്മൾ കാണാറുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികളെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാകാറുണ്ട്. ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കെല്ലാം രഹസ്യാന്വേഷണ ഏജൻസികളുണ്ട്. ലോകത്തിലെ ഏറ്റവും ശക്തമായ ഏജൻസി ഉള്ളത് അമേരിക്കയ്ക്ക് തന്നെയാണ്. അമേരിക്കയിലെ സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി എന്ന CIA ആണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ സമയത്താണ് CIA സ്ഥാപിക്കുന്നത്. അതിനൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന ഇവർ അമേരിക്കയുടെ വിദേശ നയത്തിലും പ്രതിരോധ തന്ത്രങ്ങളിലും നിർണായകമായ ഒരു സ്ഥാനം വഹിക്കുന്നുണ്ട്. ഈ പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇസ്രയേലിൻ്റെ മൊസാദാണ്. ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ അതേസമയം ശക്തമായ ഏജൻസികൾ ഒന്നായി ഇതിനെ കണക്കാക്കപ്പെടുന്നു. 1949 സ്ഥാപിതമായ മൊസാദ് ലോകമെമ്പാടുമുള്ള ഭീകരവേട്ടയിൽ ഇസ്രയേലിനെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുമുണ്ട്. മൂന്നാമതായി വരുന്നത് ബ്രിട്ടൻ്റെ സീക്രട്ട് ഇൻ്റലിജൻസ് സർവീസ് എന്നറിയപ്പെടുന്ന UK-യിലെ M16 ആണ്. ബ്രിട്ടൻ്റെ വിദേശ ചാരവൃത്തിക്ക് പിന്നിലെ ഏജൻസി ഇവരാണ്. ജെയിംസ് ബോണ്ട് സിനിമകളിൽ ഈ പേര് നമ്മൾ ധാരാളമായി കേട്ടിട്ടുമുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച ഇൻ്റലിജൻസ് സർവീസുകളിൽ ഒന്നായാണ് റഷ്യയിലെ ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് അറിയപ്പെടുന്നത്. 1994 ഉണ്ടായിരുന്ന KGB-യുടെ പിന്തുടർച്ചയാണ് FSB. തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ മുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ, അന്താരാഷ്ട്ര ചാരവൃത്തി എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും FSB കൈകാര്യം ചെയ്യുന്നു. ചൈനയുടെ MSS ആണ് അവരുടെ പ്രധാന ഇൻ്റലിജൻസ് ഏജൻസി. 1983 ഇത് ആരംഭിക്കുന്നത്. ലോകം എമ്പാടുമുള്ള സർക്കാരുകളുടെയും കോർപ്പറേഷനുകളുടെയും ലക്ഷ്യം വെച്ചുള്ള സൈബർ ചാരവൃത്തി, ഹാക്കിംഗ് പ്രവർത്തനങ്ങൾ എന്നിവയാണ് ഇവരുടെ പ്രധാന മേഖല. ലോകത്തിലെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ ഏജൻസികളിൽ ഒട്ടും മോശമല്ലാത്ത സ്ഥാനമാണ് ഇന്ത്യയുടെ ഗവേഷണ വിശകലന വിഭാഗം ആയ ROC ഉള്ളത്. 1965 ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം വിദേശ രഹസ്യാന്വേഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയാണ് RO സ്ഥാപിക്കുന്നത്. പിന്നെ ഫ്രാൻസിൻ്റെ DGSE, ഓസ്ട്രേലിയയുടെ ASIS എന്നിവയാണ് പ്രധാന സീക്രട്ട് ഏജൻസികൾ. 1948 പാകിസ്ഥാൻ്റെ ഇൻ്റർ സർവീസസ് ഇൻ്റലിജൻസ് എന്ന ISI സ്ഥാപിതമായത്. സൗത്ത് ഏഷ്യയിലെ ഏറ്റവും സജീവമായ ഏജൻസികളൊന്നായി ഇത് നിലനിൽക്കുന്നു എങ്കിലും പലപ്പോഴും തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നു എന്നൊരു ആരോപണവും ഈ ഏജൻസി നേരിടുന്നുണ്ട്.